അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയതാ രാവിലെ ആയിട്ടാ. അപ്പം ഇന്നലെ നമ്മൾ സൂയിലും കാര്യങ്ങളൊക്കെ പോയി. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് റെഡിയാവാണ്ട അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതു. ഇതാ പ്രസാദമൊക്കെ കിട്ടി. അവിടെ നിന്ന് ഇങ്ങനെ നെയ്യാണ് കിട്ടുന്നത് നമുക്ക്. അപ്പം അങ്ങനെ കുറേ നാളായി ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആകെ ഒരു പ്രാവശ്യമാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമ്മൾ കല്യാണത്തിനൊക്കെ മുമ്പ് വന്നതാണ്. അപ്പം എന്തായാലും ഈ ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് തൊഴണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പം അത് സാധിച്ചു. അപ്പം അതിൻ്റെ എൻട്രൻസിൽ തന്നെയുള്ള ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെയും കയറി തൊഴുതും. ഇനി നമ്മൾ അപ്പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് നമ്മുടെ അമ്പലം ചുറ്റി വന്നോട്ട് ഇവിടെ. അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അവിടെ നിന്നും കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസം, നല്ല ശാന്തമായ അന്തരീക്ഷം. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ. പിന്നെന്താ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാനും കുറേ ഉണ്ട് കേട്ടോ സ്പേസ് ഇവിടെ. മരങ്ങളൊക്കെ ഒന്നും പറയണം. അമ്പലത്തിൻ്റെ ഉള്ളിലൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് മരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റി. പിന്നെ നമ്മുടെ പാറമേക്കാവും പോയി തൊഴുതു. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ മുണ്ടെടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട് ബോയ്സിന്. അപ്പം അത് കഴിഞ്ഞ് നേരെ പോയത് വിശപ്പിൻ്റെ വിളി ആയതുകൊണ്ട് വിശപ്പ് അകറ്റാൻ വേണ്ടി നേരെ മസാല ദോശ കഴിക്കാൻ കയറി. അങ്ങനെ 2 മസാല ദോശ വാങ്ങിച്ചു. പിന്നെ ചായ കുടിച്ചും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി ബാഗ് കൊടുത്തത് തൃശ്ശൂരിനോട് ഞങ്ങൾ വിട പറയുന്നത്. അപ്പം ടാറ്റ ബൈ ബൈ, സി യു, വീണ്ടും വരാം.